ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്നലെ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അത് കമന്റ് ബോക്സിൽ പലവരും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച കാലഘട്ടം ഏതാണ്? ആരുടെ അധ്യക്ഷതയിലായിരുന്നു? എവിടെ വെച്ചാണ് രൂപീകരിച്ചെന്ന് ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. WC ബാനർജിയുടെ അധ്യക്ഷതയിൽ AO ഹിമിന്റെ നേതൃത്വത്തിൽ ബോംബെ താനെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, വളരെ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. WC ബാനർജിയുടെ അധ്യക്ഷതയിൽ AO ഹിമിന്റെ നേതൃത്വത്തിൽ ബോംബെയിലെ താനെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇനി ഇന്നത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. കൊച്ചി ആണ് ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം. കൊച്ചിയാണ് ദക്ഷിണ മേഖല കമാൻഡിന്റെ ആസ്ഥാനം. തിരിച്ചു ചോദിക്കാം, ദക്ഷിണ മേഖല കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വേണം ചോദിക്കാം. അപ്പൊ കൊച്ചിന്ന് ആൻസർ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. വളരെ ഓർത്തു വയ്ക്കേണ്ട ഒരു ചോദ്യമാണ്. ശങ്കരനാരായണൻ തമ്പി ആണ് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ ശങ്കരനാരായണൻ തമ്പി എന്ന് ആൻസർ ചെയ്യണം. ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ. രേവ ആണ് നർമ്മദയുടെ പ്രാചീന നാമം. രേവ ആണ് നർമ്മദയുടെ പ്രാചീന നാമം. അപ്പൊ നമുക്ക് വേണേൽ തിരിച്ചു ചോദിക്കാം, നർമ്മദ എന്ന് പറയുന്ന നദിയാണ്. നർമ്മദയുടെ പ്രാചീന നാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവ എന്ന് ആൻസർ ചെയ്യണം. ഇനി അടുത്ത വളരെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ചോദ്യം നമ്മൾ ചോദിക്കാം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നാളെ നിങ്ങളോട് ചോദിക്കാം. ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. വളരെ ശ്രദ്ധിച്ച് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ PSC ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതിലെ പ്രസന്റ് കണ്ടീഷനിൽ വരുന്ന ചോദ്യങ്ങളാണത്. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇത് നാളെ നിങ്ങൾ ചോദ്യം ആൻസർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളരെ നിലവാരമുള്ള കുട്ടികളായി വളർത്തണം. എങ്കിൽ മാത്രമാണ് സമഗ്രമായിട്ടുള്ള അറിവാണ് നമ്മുടെ കുട്ടികളുടെ കൈമുതൽ. അപ്പൊ എന്ത് ചെയ്യണം? പരമാവധി കുട്ടികളെ എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു അറിവുണ്ടാക്കിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാവട്ടെ നമ്മുടെ ഈ സന്ദേശങ്ങൾ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ പരമാവധി പേര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.